ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും EasyBit അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണെന്നുള്ളതാണ്. അതായത് നമ്മുടെ ഈ ആഴ്ച നമ്മൾ ഈ പറയുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ദിവസവും നിങ്ങൾ കാണുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു യൂട്യൂബ് ചാനലിൽ കാണുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലേ, എല്ലാ ദിവസവും ഇവർ 10-12 ചോദ്യങ്ങൾക്കൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും ഡിസ്കസ് ചെയ്ത് പോകാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വെച്ച് കൂട്ടാൻ തന്നെ നല്ലൊരു എമൗണ്ട് ഓഫ് ചോദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാഴ്ച നമ്മൾ കവർ ചെയ്ത് പോകുക. അപ്പോൾ ആ ഒരു ആഴ്ചയിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട, നമ്മൾ നോക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ അത് MCQ ടൈപ്പായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് വീക്ക്ലി കറണ്ട് അഫയേഴ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഡെയിലി കറണ്ട് അഫയേഴ്സ് കാണുന്ന പോലെ അത്രയും ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും കാണത്തില്ല. വളരെ ഷോർട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ അനുബന്ധമായിട്ടുള്ള ഉത്തരങ്ങളും കാണും. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി പെട്ടെന്ന് സോർട്ട് ചെയ്ത് ഉത്തരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഈ പറഞ്ഞ ചോദ്യം അത് പ്രധാനമായിട്ട് ഉത്തരം കണ്ടെത്താനുള്ള കീവേഡുകളൊക്കെ എന്ത് ചെയ്യും അതിനകത്ത് ഉണ്ടാകും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, മുഴുവനായിട്ടും ഈ ഒരു ക്ലാസ് എന്ത് ചെയ്യുക, കേട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. MCQ ടൈപ്പാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരങ്ങളൊക്കെ താഴെ കമന്റ് ആയിട്ട് എന്ത് ചെയ്യാം, അറിയാം. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പൊ തുടങ്ങാലോ, നമുക്ക് തുടങ്ങാലോ. അപ്പൊ ആരെ എനർജി നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അല്ലേ, തുടങ്ങാണല്ലോ. നമുക്കെന്നാ ആദ്യത്തെ ചോദ്യത്തോട് പോകാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, വെള്ളത്തിനടിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് ഇട്ടത് ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് എന്നുള്ള ചോദ്യത്തോടു കൂടി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ തുടങ്ങുന്നത് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഏതായിരിക്കാൻ വരിക, ഒന്ന് കമന്റ് ഇട്ടെ നോക്കട്ടെ. എന്താണ് വെള്ളത്തിനടിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് ഇട്ടത് ഏത് കേന്ദ്രഭരണ പ്രദേശത്താണെന്നുള്ളതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അല്ലെ. ഏതാണത്? പ്രത്യേകിച്ച് ആരും നമുക്ക് പറഞ്ഞു തരണ്ട, നമുക്കറിയാം ഉത്തരം ഏതാണെന്നുള്ളത്. അത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപാണെന്നുള്ളതാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളത് പതാക ഉയർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം ഒരു 60 മീറ്റർ നീളവും 60 മീറ്റർ നീളവും അതേപോലെ തന്നെ ഒരു 40 മീറ്റർ വീതിയുമുള്ള അല്ലെ, 40 മീറ്റർ വീതിയുമുള്ള ഒരു ത്രിവർണ്ണ പതാകയാണ് എന്ത് നമ്മൾ കടലിനടിയിൽ നിവർത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലെ. ഇനി ഏത് ദ്വീപിലാണ് അല്ലെ, ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുമ്പോൾ ഒരുപാട് ദ്വീപുകളുടെ ഒരു സമൂഹമാണ്, ഒരു ആർക്കിപ്പെലാഗോ നമുക്ക് വേണമെങ്കിൽ പറയാം, ദ്വീപ സമൂഹമാണെന്ന് പറയാം അല്ലെ. അപ്പൊ അതിനകത്ത് ഏത് ദ്വീപിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, അത് സ്വരാജ് ദ്വീപിലാണ്. ഏതാണത്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ കേട്ടോ. എന്താണത് പറയുന്നത്, സ്വരാജ് ദ്വീപിലാണ്, സ്വരാജ് ദ്വീപിലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, സ്വരാജ് ദ്വീപിലെ രാധാനഗർ ബീച്ചിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പതാക നമ്മൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യും, നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് തന്നെ അതിനെന്തും കാണും, ഒരു ലെഫ്റ്റനന്റ് ഗവർണറും കാണുമെന്നുള്ളതാണ്. ലെഫ്റ്റനന്റ് ഗവർണറും കാണുമെന്നുള്ളതാണ്. അപ്പൊ അവിടുത്തെ ആൻഡമാൻ നിക്കോബാറിലെ ലെഫ്റ്റനന്റ് ഗവർണർ ആരാന്ന് ചോദിച്ചാൽ ആരാന്ന് പറയണത്, അത് DK ജോഷിയാണെന്ന് എന്ത് ചെയ്യണം പറയണം അല്ലെ. ആരാണത്, DK ജോഷിയാണെന്നുള്ള കാര്യമാണ് പറയുക. DK ജോഷി ആരാണത്, ആൻഡമാന്റെ എന്താണ്, ആൻഡമാന്റെ ലെഫ്റ്റനന്റ് ഗവർണർ ആണ് എന്നുള്ള കാര്യമാണ്. ഓക്കെ അല്ലെ, ആൻഡമാൻ ലെഫ്റ്റനന്റ് ഗവർണർ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്, ലോക പത്ര സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണെന്നുള്ളതാണ്. ലോക പത്ര സ്വാതന്ത്ര്യ ദിനമായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആചരിക്കുന്നത് ഏത് ദിവസമാണെന്നുള്ളതാണ്. ലോക പത്ര സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് മെയ് 1 ശേഷമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആണേ. അതായത് ഏത് ദിവസമായിരിക്കും, ലോക പത്ര സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് ഏത് ദിവസമായിരിക്കും, മെയ് 3 ആണ് കേട്ടോ. ഏത് ദിവസമാണത്, മെയ് 3 ആണ് എന്നുള്ളതാണ്. മെയ് 3 മറക്കരുത്. ഓക്കെ അല്ലെ, മെയ് 3 കാര്യം എന്ത് ചെയ്യരുത്, മറക്കരുത് കേട്ടോ. സെറ്റ് അല്ലേ, ഓക്കെ ആണല്ലോ. ഓക്കെ, ഇപ്പൊ മെയ് 3 എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പത്ര സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് മെയ് 3 കാര്യം എന്ത് ചെയ്യുന്നു, നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി എന്ത് ചെയ്ത് ശ്രമിക്കുക. ഓക്കെ, ഇനി ഈ പറയുന്ന ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക എന്ന് പറയുന്ന സാധനമുണ്ട് അല്ലെ. ഈ പറയുന്ന ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക, ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക എന്ന് പറയുന്ന സാധനമുണ്ട് അല്ലെ. സ്വാതന്ത്ര്യ സൂചിക എന്ന് പറയുന്ന സൂചിക ഉണ്ട്. ആ സൂചിക പ്രകാരം 2026 അല്ലെ, 2026 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 157 ആണ്. 157 എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും, അപ്പൊ നമുക്ക് പൊതുവെ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, അങ്ങനെയെങ്കിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത് ആരാന്നുള്ള ചോദ്യം മനസ്സിൽ എന്ത് ചെയ്യാൻ പൊതുവെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിന് ഉത്തരം എന്ന് പറയുന്നത് നോർവേ ആണ് കേട്ടോ. അതാണത് നോർവേ ആണ് എന്ത് ചെയ്യുന്നത്, 1 സ്ഥാനത്ത് ഉണ്ടായിരുന്നത് എന്ന് പറയാം. നോർവേ 1 സ്ഥാനം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത്, കേന്ദ്ര
MSME മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത് ആരാണെന്നുള്ളതാണ്. കയർ ബോർഡ്, കൊയർ ബോർഡ് എന്ന് പറയുമ്പോൾ ആസ്ഥാനമായിട്ട് എവിടെയായിട്ട് വരും? കേരളത്തിലായിട്ട് വരും അല്ലെ? കേരളമായിട്ട് വരും. ഇപ്പം കൊയർ ബോർഡിന്റെ സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത് ആരാണെന്നുള്ളതാണ്. കൊയർ ബോർഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു മലയാളി തനിമയുള്ള ഒരു പേര് നിങ്ങൾ മനസ്സിലേക്ക് കടന്നു വരണം. കൊയർ ബോർഡ് എന്ന് പറയും. അപ്പൊ എന്തായാലും സിംഗ് വരത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? BA എടുത്ത് കളയാം. ബാക്കിയുള്ള 3 പേരിനകത്തൊന്നും ഒരു ഡോക്ടറാണ്, ഈ പറഞ്ഞ വിദ്യാഭ്യാസമുള്ള നല്ലൊരു വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ള ഒരു രീതിയിൽ, ഡോക്ടർ ഒക്കെ പഠിച്ചൊരു വ്യക്തിയാണ് വരുന്നതൊക്കെ രീതിയിൽ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ അവരുടെ പേരെന്ന് പറയുന്നത് എന്താണത്? MS ലക്ഷ്മിപ്രിയ എന്നുള്ളതാണ്. നോക്കിയേ, MSME മന്ത്രാലയം, MS ലക്ഷ്മിപ്രിയ, ഒരുമിച്ച് ഒരേപോലെ ഓർത്തിരിക്കുക അല്ലെ? MSME മന്ത്രാലയം, MS ലക്ഷ്മിപ്രിയ അല്ലെ? MS ലക്ഷ്മിപ്രിയ. അപ്പൊ MS ലക്ഷ്മിപ്രിയയുടെ ഫ്രണ്ടിൽ MS ഉണ്ട്. കേന്ദ്ര MSME മന്ത്രാലയത്തിന്റെ ഫ്രണ്ടിൽ എന്തുണ്ട്? MS ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ രണ്ടിനകത്ത് MS ഉണ്ട്. കൊയർ ബോർഡിന്റെ എന്താണ്? സെക്രട്ടറി ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് 2026 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ടീമിനുള്ള ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണെന്നുള്ളതാണ് അല്ലെ? പെട്ടെന്ന് ഉത്തരം പറയും. എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ? ഏതായിരിക്കും ഉത്തരവായിട്ട് വരുന്നത്? ഹർമൻപ്രീത് കൗർ ആണ് അല്ലെ? ആരാ വരുന്നത്? ഉത്തരം വരുന്നത് ഹർമൻപ്രീത് കൗർ ആണ് എന്ത് ചെയ്യുന്നത്? ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പം ക്യാപ്റ്റനായിട്ട് വരുന്നത് ആരാണത്? ഹർമൻപ്രീത് കൗർ ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ വൈസ് ക്യാപ്റ്റനായിട്ട് വരുന്നത് ആരായിരിക്കും? ഒന്ന് പറയാൻ വേണ്ടി പറ്റുമോ? വൈസ് ക്യാപ്റ്റൻ ആരാണെന്നുള്ളത്? വൈസ് ക്യാപ്റ്റൻ ആരാണത്? സ്മൃതി മന്ദാനയാണ് അല്ലെ? വൈസ് ക്യാപ്റ്റനായിട്ട് വരുന്നത് ആരാണ്? അത് ഈ പറയുന്ന രീതിയിൽ സ്മൃതി മന്ദാനയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. സ്മൃതി മന്ദാനയാണ് വൈസ് ക്യാപ്റ്റനായിട്ട് വരുന്നത്. ക്യാപ്റ്റനായിട്ട് വരുന്നത് ആരാണത്? ഹർമൻപ്രീത് കൗർ ആണെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കുക. ഇത് ക്യാപ്റ്റനും ഇത് വൈസ് ക്യാപ്റ്റനുമാണ് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത എന്താണ്? കുൽദീപ് കുമാർ ഏത് കായിക വിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുൽദീപ് കുമാർ എന്ത് ചെയ്യുന്നത്? ഏത് കായിക വിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുള്ളതാണ് അല്ലേ? ഏതായിരിക്കും കുൽദീപ് കുമാർ ഏത് കായിക വിനവുമായിട്ടായിരിക്കും ബന്ധപ്പെട്ടിരിക്കുന്നത്? അദ്ദേഹം പോൾ വോൾട്ടിലാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. പോൾ വോൾട്ടില് നമ്മൾ അത് പഠിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അദ്ദേഹം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു മധ്യപ്രദേശിലുള്ള ഒരു വ്യക്തിയാണ് അല്ലെ? മധ്യപ്രദേശ് എന്നുള്ള വ്യക്തിയാണ് ഈ പറയുന്ന കുൽദീപ് കുമാർ എന്ന് പറയുന്നത്. അദ്ദേഹം പോൾ വോൾട്ടിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലെ? അദ്ദേഹം തൊട്ട് മുമ്പത്തെ മത്സരത്തിൽ 5.41 മീറ്റർ ചാടിക്കടന്നുകൊണ്ട് ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മധ്യപ്രദേശുകാരനായിട്ടുണ്ടായിരുന്ന കുൽദീപ് കുമാർ എന്ന് പറയുന്നത്. അദ്ദേഹം പോൾ വോൾട്ടുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബന്ധപ്പെട്ട് കിടക്കുന്നത് അല്ലെ? ഒരു വ്യക്തിയും അദ്ദേഹം ഏത് സ്പോർട്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചോദ്യം എന്ത് ചെയ്യാൻ വരാം? പിടി കിട്ടുന്നുണ്ടോ? അപ്പൊ എന്ത് ഓർത്തിരിക്കുക. ഏതാണത്? കുൽദീപ് കുമാർ. അദ്ദേഹം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പോൾ വോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പോൾ വോൾട്ടുമായിട്ട്. അപ്പൊ അതിനി എവിടെ വെച്ചാണ് ഈ പോൾ വോൾട്ട് മത്സരം നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക. ദേശീയ പോൾ വോൾട്ട് മത്സരം നടന്നത് ഭുവനേശ്വറിലാണ്. എവിടെയാണത്? ഭുവനേശ്വറിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഭുവനേശ്വർ അല്ലെ? ഭുവനേശ്വർ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പറ ദേശീയ പോൾ വോൾട്ട് മത്സരം എന്ത് നടന്നിട്ടുണ്ടായിരുന്നത്. അടുത്ത നോക്കുക. ലോക റിലേ ചാമ്പ്യൻഷിപ്പില് 4x100 മീറ്റർ മിക്സ്ഡ് റിലേ ഫൈനലില് 40 സെക്കൻഡിൽ താഴെ സമയത്ത് ഫിനിഷ് ചെയ്ത് റെക്കോർഡ് സ്ഥാപിച്ചത് ഏത് രാജ്യമാണെന്നുള്ളതായിരുന്നു അല്ലെ? ഏത് രാജ്യമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ആരും ഉത്തരം പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമേ അതിനകത്തില്ല. ഏതാണത്? ജമൈക്കയാണ് അല്ലെ? ആരാണത്? ജമൈക്കയാണെന്നുള്ളതാണ് അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം ജമൈക്ക ആയിരിക്കും പ്രധാനമായിട്ട് ഈ പറയുന്ന ആഫ്രിക്കൻ കോണ്ടിനെൻസിൽ നിന്ന് വരുന്ന ആളുകൾക്കെല്ലാം തന്നെ ഭയങ്കര എൻഡ്യൂറൻസ് ആണ്. അവർക്ക് എത്ര ദൂരം വേണമെങ്കിലും ഓടാം, എത്ര സ്പീഡിൽ വേണമെങ്കിലും ഓടാന്നുള്ളതാണ് അല്ലെ? ഭയങ്കര എൻഡ്യൂറൻസ് ആണെന്ന് പറയുന്നത് അല്ലെ? അപ്പം ഓർത്തിരിക്കുക, ജമൈക്കയാണ് എന്ത് ചെയ്യുന്നത്? ഉത്തരമായിട്ട് വരുന്നത് അല്ലെ? ജമൈക്കയാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിതനാകുന്നത് ആരാണെന്നുള്ളതാണ്. അപ്പൊ ഒരു ചോദ്യം മനസ്സിലാക്കി വേണം ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, എന്താണത്? ഈ പറയുന്ന റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിതനാകുന്നത് ആരാണെന്നുള്ളതാണ്. ഡെപ്യൂട്ടി ഗവർണറാണ് കേട്ടോ, ഡെപ്യൂട്ടി ഗവർണറാണ്. അപ്പോൾ ഓർത്തിരിക്കുക, റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിതനാകുന്നത് ആരാണ് ചോദിച്ചാൽ ആരാണ് പറയാവോ? റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിതനാകുന്നത് ഉത്തരവായിട്ട് വരുന്നത് രോഹിത് ജെയിൻ ആണ്. രോഹിത് ജെയിൻ. അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന രീതിയിൽ റിസർവ് ബാങ്കിനകത്ത് 6 ഉണ്ട്, രോഹിത്തിനകത്തും 6 ഉണ്ട്, രോഹിത് ജെയിനകത്തും 6 ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഓർത്തിരിക്കുക, റിസർവ് ബാങ്ക് രോഹിത് ജെയിൻ.
ഓക്കെ അല്ലേ? ഇപ്പം റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിതനാകുന്ന ആരാന്ന് ചോദിച്ചാൽ ആരാണത്? രോഹിത് ജെയിൻ ആണെന്നുള്ളതാണ്. അപ്പൊ ഇനി ആരുടെ സ്ഥാനത്തേക്കാണ് ആര് വരുന്നത്? ഈ പറയുന്ന രോഹിത് ജെയിൻ വരുന്നത്. ആരുടെ സ്ഥാനത്ത്? ആരെങ്കിലും സ്ഥാനം ഒഴിയുന്നത് കൊണ്ടായിരിക്കണമല്ലോ രോഹിത് ജെയിൻ എന്ത് ചെയ്യുന്നു ആ സ്ഥാനത്തേക്ക് വരാൻ അല്ലേ വരുന്നത്. അപ്പൊ ആര് സ്ഥാനം ഒഴിയുന്നത് കൊണ്ടായിരിക്കാം? ആരായിരിക്കാം? ടി രവിശങ്കർ സ്ഥാനം ഒഴിയുന്നതിന്റെ ആ ഒരു സ്ഥാനത്തേക്കാണ് എന്ത് ചെയ്യുന്നത് ആര് വരുന്നത്? രോഹിത് ജെയിൻ വരുന്നത് എന്നുള്ളതാണ്. രോഹിത് ജെയിൻ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, സെറ്റാണല്ലോ. നമുക്ക് അടുത്ത് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് നീതി ആയോഗിലെ മുഴുവൻ സമയം അംഗമാകുന്ന വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വ്യക്തി. നീതി ആയോഗിലേക്ക് എന്ത് ചെയ്യുന്നത് അംഗമാകുന്ന വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വ്യക്തി ആരാണെന്നുള്ളതാണ് ചോദ്യം. ആരായിരിക്കും വരിക? ബീരേൻ സിംഗ്, ജോറോ മനിയ, പ്രേം സിംഗ്, ലാൽ ദുഹാമോ? ഏത് വരുമായിരിക്കാം? അരുണാചലുകാരനാണ്. ജോറോ മനിയാണ് എന്ത് ചെയ്യുന്ന ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ളതാണ് അല്ലെ. ഈ പറയുന്നത് ജോറോ മനിയാണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന ആളുകളെ നിയമിക്കുന്ന നീതി ആയോഗിലേക്ക് ആളുകളെ നിയമിക്കുന്നത് പ്രധാനമായിട്ടും പ്രസിഡന്റ് ഒന്നും അല്ല. അതാരാണത്? പ്രധാനമന്ത്രി ആയിരിക്കും. നരേന്ദ്രമോദിയാണ് എന്ത് ചെയ്യുന്നത് മുഴുവൻ സമയ അംഗങ്ങളെ എന്ത് ചെയ്യാൻ നിയമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഈ അക്കാദമിക് വിദഗ്ധരായിട്ടുള്ള ആളുകളെല്ലാം ഇതിനെ കാണുക. അക്കാദമിക് വിദഗ്ധര് അതാത് മേഖലകളിലൊക്കെ പ്രാവീണ്യം തിരിച്ചിട്ടുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുക പ്രധാനമായിട്ടും കാണുക. അതിനകത്ത് അക്കാദമിക് വിദഗ്ധനായിട്ടുണ്ടായിരുന്ന ജോറോ മനിയെയാണ് എന്ത് ചെയ്യുന്നത് അത് ഈ പറയുന്ന പ്രധാനമന്ത്രി തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അദ്ദേഹം മാത്രമല്ല മറ്റൊരു വ്യക്തിയും കൂടി ഉണ്ട്. ജോറോ മനിയുടെ കൂടാതെ തന്നെ ആർ ബാലസുബ്രഹ്മണ്യം ഓക്കെ, ആർ ബാലസുബ്രഹ്മണ്യം എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ ഈ നീതി ആയോഗിന്റെ ഈ ഒരു പദവിയിലേക്ക് എത്തുന്ന ആദ്യത്തെ വടക്ക് കിഴക്കൻ ആ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ആരെന്ന് പറയുക ജോറോ മനിയ എന്ന് പറയുന്നത്. അപ്പൊ വടക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ ഏത് സ്ഥലമാണ് സ്പെസിഫൈ ചെയ്ത് പറയണമല്ലോ. അദ്ദേഹം ഏത് സ്ഥലക്കാരാണ്? അരുണാചൽ പ്രദേശാണ് കേട്ടോ. AP എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് അല്ല, അരുണാചൽ പ്രദേശാണ് കേട്ടോ. അടുത്ത ഓർക്കുക, 2026 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് ശുപാർശ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയുടെ പാറ്റ്മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരായിരിക്കാം? അരുണാചലം മുരുകാനന്ദമാണ് കേട്ടോ. ആരാണത്? അരുണാചലം മുരുകാനന്ദമാണ്. ഈ അരുണാചലത്തിന്റെ ഈ പടമാണ് അക്ഷയ് കുമാർ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന പാറ്റ്മാൻ എന്നുള്ള സിനിമയുണ്ട്, പാറ്റ്മാൻ അല്ലെ. അപ്പൊ ആ സിനിമ എന്ന് പറയുന്ന ആരുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണിത്? അരുണാചലം മുരുകാനന്ദത്തിന്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. മുരുകാനന്ദത്തിന്റെ സിനിമ അടിസ്ഥാനപ്പെടുത്തിയാണ് അക്ഷയ് കുമാറിന്റെ പാറ്റ്മാൻ എന്ന് പറഞ്ഞ സിനിമ. കിട്ടുന്നുണ്ടോ? അടുത്ത് നമുക്ക് നോക്കാം. 2026 മെയിലെ ഗാലക്സിയായി വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റോസാറ്റ് സാറ്റലൈറ്റിന്റെ പേരെന്താന്നുള്ളതാണ് അല്ലെ. ഇതാണ് ഒപ്റ്റോസാറ്റ് സാറ്റലൈറ്റിന്റെ പേരെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒപ്റ്റോസാറ്റ് സാറ്റലൈറ്റിന് ഒറ്റ പേരേ ഉള്ളൂ അല്ലെ. ഈ പറയുന്ന ഇരുട്ട് മൂടിക്കിടന്ന ആകാശങ്ങളിൽ ഈ പറയുന്ന മേഘങ്ങൾ മൂടിക്കിടന്നാലും എന്തറിയാൻ വേണ്ടി പറ്റും? അതിന്റെ പറയുന്ന ഭൂമിയിലുള്ള ദൃശ്യങ്ങൾ വ്യക്തമായി പകർത്തിയെടുക്കാൻ ശേഷിയുള്ളവൻ ഗാലക്സി ഐ ആണ് എന്ത് ചെയ്യുന്നത് അവനാണ് വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്റ്റോസാർ എന്ന് പറയുന്ന ഒരു പ്രത്യേകത എന്ത് ചെയ്യുന്നുണ്ട്? ഒപ്റ്റോസാറ്റ് സാറ്റലൈറ്റ് എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. ഒപ്റ്റോസാറ്റ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ ഒപ്റ്റിക്കൽ, സിന്തറ്റിക് അപ്പറേച്ചർ റഡാർ എന്നിവ സെൻസറുകളൊക്കെ ഉള്ള എന്നീ പ്ലാറ്റ്ഫോമുകളൊക്കെ എന്ത് ചെയ്യുന്നു സെൻസറൊക്കെ ഒരേ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ചിട്ടുള്ള ഒരു സവിശേഷതയും കൂടി എന്തിനുണ്ട്? ഈ പറയുന്ന ഒപ്റ്റോസാറ്റ് സാറ്റലൈറ്റിനുണ്ട് എന്നുള്ളതാണ്. എൻ്റെ പേര് ദൃഷ്ടി എന്നുള്ളതാണ് കേട്ടോ. ദൃഷ്ടി എന്നുള്ളതാണ്. അതായത് എവിടെ നിന്ന് നോക്കിയാൽ അവൻ എന്തിനെ പറ്റി കാണാൻ വേണ്ടി പറ്റും? ഏത് ദൃഷ്ടിയിൽ നിന്ന് നോക്കിയാൽ അവന് കാണാൻ വേണ്ടി പറ്റും? ദൃഷ്ടി ഓക്കെ, കാഴ്ച, ദൃഷ്ടി വെച്ച് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ട് അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസേഴ്സും അതേപോലെ തന്നെ സിന്തറ്റിക് അപ്പറേച്ചർ റഡാർസുമാണ് എന്ത് ചെയ്യാൻ അടങ്ങിയിരിക്കുന്നത് കേട്ടോ. അടുത്തൊരു ചോദ്യം, CMFRAയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്നുള്ളതാണ്. കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്നുള്ളതാണ് നമ്മളിത് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് അല്ലെ. കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 3ാം സ്ഥാനത്താണ് അല്ലെ. കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണത്? 3ാം സ്ഥാനത്താണെന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പം ആദ്യത്തെ 1, 2 സ്ഥാനങ്ങൾ നമുക്ക് അറിയണമല്ലോ അല്ലെ. ഈ പറയുന്ന 3ാം സ്ഥാനത്താണ് കേരളം എന്ന് പറയുമ്പോൾ ആദ്യത്തെ 1, 2 സ്ഥാനം അറിയണമല്ലോ. 1ാം സ്ഥാനം എന്ന് പറയുന്നത് ആര് കൊണ്ടുപോയി കാണും? അത് തമിഴ്നാട് കൊണ്ടുപോയി കാണും അല്ലെ. തമിഴ്നാട് കൊണ്ടുപോയി കാണും. അടുത്ത 2ാം സ്ഥാനം എന്ന് പറയുന്നത് ആര് കൊണ്ടുപോയി കാണും? ഗുജറാത്ത് കൊണ്ടുപോയി കാണും അല്ലെ. ഗുജറാത്ത് ആണ് എന്ത് ചെയ്യുന്നത് 2ാം സ്ഥാനം കൊണ്ടുപോയത്. അപ്പോൾ ഗുജറാത്ത് 2ാം സ്ഥാനവും തമിഴ്നാട് 1ാം സ്ഥാനവും കൊണ്ടുപോയി. 3ാം സ്ഥാനം നമ്മുടെ കേരളവും കൊണ്ടുപോയി എന്നുള്ളതാണ്. അടുത്ത് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി മാറിയ സംസ്ഥാനം. കടലാസ് രഹിതമാകണമെങ്കിൽ അവിടെ ആളുകളുടെ എണ്ണം കുറയണം, കേസുകളുടെ എണ്ണം കുറയണം, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? കടലാസ് എടുത്ത് മാറ്റണം അല്ലെ. കടലാസ് എടുത്ത് മാറ്റണം. അപ്പൊ ഈ പറയുന്ന രീതിയിൽ ആളുകളുടെയൊക്കെ എണ്ണം കുറയാന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കുറവ് ജനസംഖ്യ ഉള്ളത് എവിടെയായിരിക്കും?
എവിടെയായിരിക്കും? സിക്കിമിലായിരിക്കും അല്ലേ? എവിടെയാണത്? സിക്കിമിലായിരിക്കും. അപ്പോൾ ഉത്തരം വരുന്നത് സിക്കിമിലാണ് കേട്ടോ. ഏതാണ് വരുന്നത്? സിക്കിമിലാണ്. അപ്പം നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ വെച്ച് പോയിന്റുകളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് എന്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഈ പറയുന്ന കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി മാറുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊരു ലോജിക്ക് വെച്ച് ചിന്തിക്കുക. ഈ പറയുന്ന ഇത് കടലാസ് രഹിതമാകണം, കേസ് കുറയണം, അപ്പോൾ ആള് കുറയണം അല്ലേ? സമാധാനപരമായിട്ടുള്ള ആളുകളുള്ളവർ എവിടെയാണ്? ഈ സിക്കിം, ലഡാക്ക് ഭാഗങ്ങളെ തന്നെ ആയിരിക്കണം അല്ലേ? ബുദ്ധമതമൊക്കെ ഉള്ള ആളുകളൊക്കെ ആയിരിക്കും പൊതുവെ ഇപ്പം അത്യാവശ്യം സമാധാനത്തോടുകൂടി ജീവിക്കുന്നവർ അല്ലേ? അപ്പം അങ്ങനെ വെച്ചാൽ എന്ത് ചെയ്യാം? നമുക്ക് ആലോചിച്ചാൽ നമുക്ക് പെട്ടെന്ന് പിടി കിട്ടും ഏതാണെന്നുള്ളത്. സിക്കിം ആണെന്നുള്ളത് അല്ലേ? നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത എന്താണ്? പ്രോജക്റ്റ് 17A പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 7ാമത്തെ അവസാനത്തെ യുദ്ധക്കപ്പൽ ഏതാന്നുള്ളതാണ്. 17Aയുടെ ഭാഗമായിട്ട് നിർമ്മിച്ച 7ാമത്തെ അവസാനത്തെയും യുദ്ധക്കപ്പൽ ഏതാന്നുള്ളതാണ്. അതിന്റെ ഒറ്റ പേരേ ഉള്ളൂ. അതിന്റെ പേരെന്ന് പറയുന്നത് എന്താണ്? INS മഹേന്ദ്രഗിരി എന്ന് പറയുന്ന ഒരു കപ്പലാണ് അല്ലെ? എന്താണ്? INS മഹേന്ദ്രഗിരി എന്ന് പറയുന്ന ഒരു കപ്പലാണ് അല്ലെ? ഈ പ്രോജക്ട് 17Aയുടെ കീഴിൽ 7 കപ്പലുകളാണ് നിർമ്മിച്ചിട്ടുണ്ടായത്. അത് 4 എണ്ണം ഈ പറയുന്ന മുംബൈയിലെ മസഡോൺ ഡോക്സിലാണ് ഇന്ത്യ നിർമ്മിച്ചത്. മറ്റൊന്ന് പറയുന്നത് ബാക്കിയുള്ള 4 എണ്ണം കഴിഞ്ഞിട്ട് ബാക്കി 3 എണ്ണം ഉണ്ടല്ലേ? ബാക്കി 3 എണ്ണം എന്ന് പറയുന്നത് കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആണ്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിലാണ് എന്ത് ചെയ്യുന്നത്? ബാക്കി 3 എണ്ണം നിർമ്മിച്ചത്. 4 എണ്ണം നിർമ്മിച്ചത് എവിടെയാണ്? മുംബൈയിലെ മസഡോൺ ഡോക്കിലാണ്. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, അമേരിക്കൻ നാവിക ഉപരോധത്തിന് ശേഷം ഹോർമൂസ് കടലെടുക്ക് കടന്ന ആദ്യ ഇന്ത്യൻ കപ്പൽ ഏതാന്നുള്ളതാണ് അല്ലേ? നിങ്ങൾക്ക് പെട്ടെന്ന് പിടി കിട്ടും കേട്ടോ. ഇത് പെട്ടെന്ന് പിടി കിട്ടും. എന്താണെന്നറിയാമോ? സർവ്വശക്തിയെ എടുത്ത് അന്ന് ഓടി എന്നുള്ളത് ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? സർവ്വശക്തിയും എടുത്തൊരു കപ്പല് എന്താണ് ജീവനം കൊണ്ട് ഓടി എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർക്കെങ്കിലും അത് പെട്ടെന്ന് മനസ്സിലാക്കി കാണും. അപ്പോൾ അമേരിക്കൻ നാവിക ഉപരോധത്തിന് ശേഷം ഹോർമൂസ് കടലെടുക്ക് കടന്ന ആദ്യ ഇന്ത്യൻ നാവിക കപ്പൽ അല്ലേ? ആദ്യ ഇന്ത്യൻ കപ്പൽ ഏതാന്നുള്ളതാണ്. അതിന്റെ കപ്പൽ എന്ന് പറയുന്നത് സർവ്വശക്തിയും കൊണ്ട് അവൻ ഓടി എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. അതിന്റെ പേരെന്ന് പറയുന്നത് MT സർവ്വശക്തി എന്നുള്ളതാണ് അല്ലേ? എന്താണ് അതിന്റെ പേര്? MT സർവ്വശക്തി. അടുത്തത്, അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകാത്മക മണിയുടെ പേര് എന്താന്നുള്ളതാണ്. ഓഫ് കോഴ്സ് നമുക്ക് പെട്ടെന്ന് ഉത്തരം നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടി പറ്റും. സ്വാതന്ത്ര്യം, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി കേട്ടിട്ടില്ലേ? അപ്പൊ അതിനകത്ത് ലിബർട്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായ മണിയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, അതിന്റെ പേരാണ് ലിബർട്ടി ബെൽ എന്ന് പറയും. ലിബർട്ടി ബെൽ. അടുത്തത്, 16ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ആരായിരുന്നു എന്നുള്ളതാണ് അല്ലെ? 16ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ആരായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ആലപ്പുഴക്കാരനായിട്ടുണ്ടായിരുന്ന AD തോമസ് ആണ് അല്ലെ? ആരാണത്? AD തോമസ് ആയിരുന്നു എന്നുള്ളതാണ്. AD തോമസ് ആലപ്പുഴയിൽ നിന്നാണ് ജയിച്ചത്. ഓക്കെ, അപ്പൊ എന്താണ്? AD തോമസ് ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നു? നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഓർത്തിരിക്കുക? എന്താണ്? ആലപ്പുഴ ആയിട്ടുള്ള ഈ പറഞ്ഞ AD തോമസ് ആണ് എന്ത് ചെയ്യുന്നത്? 16ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം ഓർത്തിരിക്കും. ഇപ്പം സീറ്റ് കിട്ടിയത് UDF എത്ര സീറ്റ് കിട്ടി, LDF എത്ര സീറ്റ് കിട്ടി? ഇപ്പോൾ UDF കിട്ടിയ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 102 ആണ്. LDF കിട്ടിയ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 35 ആണ്. NDAക്ക് ഈ വട്ടം സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. NDAക്ക് 3 സീറ്റാണ് എന്ത് ചെയ്യുന്നത് ഇതുവരെ കിട്ടിയത്. അടുത്തത്, ഹോർമൂസ് കടലെടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കാൻ അമേരിക്ക ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ദൗത്യം അല്ലെ? ഹോർമൂസ് കടലെടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കാൻ അമേരിക്ക ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ദൗത്യത്തിന്റെ പേരാണെന്ന് പറയുന്നത് എനിക്ക് നോക്കട്ടെ ഏതാണത്? പ്രോജക്റ്റ് ഫ്രീഡം എന്നുള്ളതാണ്. ഏതാണത്? പ്രോജക്റ്റ് ഫ്രീഡം. ഓക്കെ, ഏതാണത്? പ്രോജക്റ്റ് ഫ്രീഡം. ഓക്കെ, ഓപ്പറേഷൻ സീ ഷീൽഡ് ഫ്രീഡം മാരിൻ മിഷൻ. ഓക്കെ, ഏതാണത്? ഓപ്പറേഷൻ ഫ്രീഡം ആണ് വരുന്നത്. ഏതാണ്? ഓപ്പറേഷൻ ഫ്രീഡം ആണ് എന്ത് ചെയ്യുന്നത്? ഉത്തരമായിട്ട് വരുന്നത് ഓപ്പറേഷൻ ഫ്രീഡം. ഓക്കെ, അടുത്തത്, കുട്ടികളിലെ പ്രമേഹത്തെ നേരത്തെ കണ്ടെത്തുന്നുള്ള ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേരെന്താന്നുള്ളതാണ്. ഈ പറയാം പ്രമേഹം കണ്ടെത്തുക എന്ന് പറയും. പ്രമേഹം എന്ന് പറയുന്നത് ഡയബറ്റീസ് ആണ് അല്ലെ? ഡയബറ്റീസിന് കണ്ടെത്തുക എന്നുള്ള ഒരു ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേരാണ് ഏതാണെന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പൊ അതിന് ഉത്തരമായിട്ട് പറയുന്നത് എന്താണ്? ഇത് 4 T's ഫ്രെയിംവർക്ക് എന്നുള്ളതാണ്. 4 T's എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് ഈ 4 ലക്ഷണങ്ങളാണ് കേട്ടോ അവർ കാണിക്കുന്നത്. 4 ലക്ഷണങ്ങളെയാണ് ഈ 4 T's എന്ന് പറയുന്നത്. അതായത് 4 T's ഉണ്ട്. അതായത് ഒന്നെന്ന് പറയുന്നത് ഈ പറയുന്ന തേഴ്സ്റ്റി, ദാഹം, മിതമായിട്ട് ദാഹം ഉണ്ടാകുക. അതേപോലെ തന്നെ ടോയ്ലറ്റിലേക്ക് പോവുക. അതായത് ഈ പറഞ്ഞ അടിക്കടി മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? തോന്നുക. അത് ക്ഷീണം, ടയർഡ്നെസ് എന്ത് ചെയ്യുക? തോന്നുക. അതേപോലെ എത്രയെ കഴിച്ചെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? വണ്ണം വെക്കാൻ, തിന്നറായിട്ടിരിക്കുക എന്നൊക്കെ എന്താണ് ഒരു കാരണമായിട്ട് പൊതുവെ ചൂണ്ടിക്കാണിക്കാറുണ്ട് കേട്ടോ. അടുത്തത്, അടിയന്തര സാഹചര്യത്തിൽ എല്ലാ മൊബൈൽ ഫോണുകളിലേക്ക് മുന്നറിയിപ്പ് സന്ദേശങ്ങൾ എത്തിക്കുന്ന സാങ്കേതിക വിദ്യ. അടിയന്തര സാഹചര്യങ്ങളിൽ ഫോണുകളിലേക്ക് നമ്മുടെ ഓഫ് ആണെങ്കിലും ഡോൺ ഡിസ്റ്റർബ് മോഡിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെസ്സേജുകൾ വരും. മെസ്സേജ് എന്ന് പറയുന്ന അപ്പുറത്തെ ഒരു അലാറം വരും അല്ലേ? അപ്പോൾ അത് എത്തുന്ന സാങ്കേതിക വിദ്യയുടെ പേരാണ് സെൽ ബ്രോഡ്കാസ്റ്റ് അലേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ? സെൽ ബ്രോഡ്കാസ്റ്റ് അലേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ C ആണ് വരുന്നത്. സെൽ ബ്രോഡ്കാസ്റ്റ് അലേർട്ട് സിസ്റ്റം. അപ്പോൾ അലേർട്ട് സിസ്റ്റം വെച്ച് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത എന്താണ്?
അടുത്തത് ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണെന്നുള്ളതാണ്. സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം, സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് മറ്റൊന്നും ചിന്തിക്കല്ലേ, ചെന്ന് വിശാഖപട്ടണം തന്നെ എന്ത് ചെയ്യുക, കുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, വിശാഖപട്ടണം തന്നെ എന്ത് ചെയ്യുക, കുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലെ. അടുത്ത എന്താണ്, ആരോഗ്യ മൈത്രി പദ്ധതിയുടെ ഭാഗമായിട്ട് 10 ഭീഷ്മ ക്യൂബ് മൊബൈൽ ആശുപത്രികൾ യൂണിറ്റുകൾ ഇന്ത്യ സമ്മാനിച്ചത് ഏത് രാജ്യത്തിനാണെന്നുള്ളതാണ് അല്ലെ. ഭീഷ്മ ക്യൂബുകൾ സമ്മാനിച്ചത് ജമൈക്ക എന്ന് പറയുന്ന രാജ്യത്തിനായിരുന്നു അല്ലെ. ഏത് രാജ്യത്തിനാണത്, ജമൈക്ക എന്ന് പറയുന്ന രാജ്യത്തിനായിരുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നു, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ, ഓക്കെ ആണല്ലോ. ഓക്കെ, ജമൈക്കയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നു, നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മറ്റൊന്നെന്ന് പറയുന്നത് ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2024 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ടാ വോട്ടുകൾ രേഖപ്പെടുത്തിയ മണ്ഡലം ഏതായിരുന്നു എന്നുള്ളതാണ് അല്ലെ. ഏറ്റവും കൂടുതലും നോട്ടാ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന മണ്ഡലം ഏതാണെന്നുള്ളതാണ്. ഓർത്തിരിക്കുക, നോട്ട നൺ ഓഫ് ദി എബോവ് അല്ലെ. ഈ പറയുന്ന രീതിയിൽ ഫ്രാൻസ് ആണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്, മഞ്ചേരിയാണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലെ. ഫ്രാൻസ് ആണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്, മഞ്ചേരിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഏറ്റവും കൂടുതൽ നോട്ട കുത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലെ. അത് മാത്രമാണോ, അല്ല. നോട്ട ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഏഷ്യൻ കൺട്രി എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ്. നോട്ട എടുക്കുന്നത് എവിടെ നിന്നാണ്, ഫസ്റ്റ് ഏഷ്യൻ കൺട്രി എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ആണ്. നോട്ട എന്ന് പറയുന്ന സമ്പ്രദായം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഫ്രാൻസ് ആണ്. ഈ സമ്പ്രദായം ഈ പറയുന്ന ഏഷ്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ബംഗ്ലാദേശ്. അടുത്തത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എന്താണ്, ചീഫ് ജസ്റ്റിസ് ഒഴികെ ഇത്രയായിട്ട് ഉയർത്താനാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. 37ലേക്ക് എന്താണ് ഉയർത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. 37ലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഉയർത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അടുത്തത് ബൃഹസ്വ സ്തൂപം സ്ഥിതി ചെയ്യുന്ന അതേ സംസ്ഥാനത്താണെന്നുള്ളതാണ്. ബൃഹസ്വ സ്തൂപം എന്ന് പറയുന്നത് ബുദ്ധന്റെ എന്താണ്, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ, അതായത് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ എന്താണ്, ഈ പറയുന്ന ബോഡി പാർട്സ് എന്ന് പറയുന്ന അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ഭാഗങ്ങളായിട്ടുണ്ട്, തുണികളുടെയും അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ആണ് ഈ പറയുന്ന ബൃഹസ്വ സ്തൂപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുള്ളതാണ്. ബുദ്ധൻ മരിക്കുന്നത് പ്രധാനമായിട്ട് കുശിനഗരെ വെച്ചാണ്, അതായത് ഉത്തർപ്രദേശിലെ കുശിനഗരം. അപ്പൊ അങ്ങനെ എവിടെയായിട്ട് വരും, ഉത്തരമേതായിട്ട് വരും, അത് ഉത്തർപ്രദേശായിട്ട് വരും എന്നുള്ളതാണ് അല്ലെ. അടുത്തത് ഇലക്ട്രോണിക് ഗോൾഡൻ റെസീപ്റ്റുകൾ അവതരിപ്പിച്ച പ്രധാന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാന്നുള്ളതാണ്. അതായത് ഇലക്ട്രോണിക് ഗോൾഡ് റെസീപ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളത് ക്ലാസ്സിൽ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞതാണ്. എന്താണ് ഈ പറയുന്ന ഇലക്ട്രോണിക് ഗോൾഡ് റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അല്ലെ. പ്രധാനമായിട്ട് ഈ പറയുന്ന ഫിസിക്കൽ ഗോൾഡിന്റെ പിൻബലത്തിലുള്ള ഡിജിറ്റൽ റെസീപ്റ്റുകളെയാണെന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഇലക്ട്രോണിക് ഗോൾഡ് റെസീപ്റ്റ്സ് എന്ന് പ്രധാനമായിട്ടും പറയുന്നത് അല്ലെ. ഈ പറയുന്ന രീതിയിൽ സെബി എന്ത് ചെയ്യും, അവർ വോൾട്ടുകളിൽ ഗോൾഡ് സൂക്ഷിക്കും. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥാവകാശം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിജിറ്റൽ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് കിട്ടുമെന്നുള്ളതാണ് അല്ലെ. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും നിക്ഷേപം നടത്താം, അത്രേ ഉള്ളൂ. അതാണ് പ്രധാനമായിട്ട് ഈ പറയുന്ന EGR എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് കൊണ്ടുവന്നത് ഏത് എക്സ്ചേഞ്ച് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NSE ആണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗിഗ് തൊഴിലാളികൾക്കായിട്ട് സർക്കാർ പിന്തുണയോട് കൂടിയുള്ള പരാതി പരിഹാര സംവിധാനം ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണെന്നുള്ളതാണ് അല്ലെ. ഗിഗ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പരാതി പരിഹാര സംവിധാനം ആരംഭിച്ചത് കർണാടകയാണ് കേട്ടോ. കർണാടക, നമ്മൾ ആർത്തവതയെ കുറിച്ചൊക്കെ പറഞ്ഞാണ് ഗിഗ് തൊഴിലാളികളെ ഇന്ത്യ പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അപ്പൊ ഗിഗ് തൊഴിലാളികളോട് ബന്ധപ്പെട്ട ചോദ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തിലേക്ക് പോവുക, ഗിഗ്. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ഗിഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ഓർക്കണം എന്നറിയാമോ? റിഗുകളൊക്കെ ഓർക്കണം, റിഗുകൾ ഓർക്കണം. ഈ പറഞ്ഞ കനികളിലേക്ക് കുഴിച്ചു പോകുന്ന ആലോചിക്കണം. കനികൾ എന്ന് പറയുമ്പോൾ KGF ആലോചിക്കണം. KGF ആലോചിക്കുമ്പോൾ കർണാടക ആലോചിക്കണം. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്തത് NCRB റിപ്പോർട്ട് പ്രകാരം 2022-24 കാലഘട്ടത്തിലെ ലേബർ കുറ്റകൃത്യ നിരക്കില്, സൈബർ കുറ്റകൃത്യ നിരക്കില് കേരളത്തിന് സ്ഥാനം എത്രയാണെന്നുള്ളതാണ്. സൈബർ കുറ്റകൃത്യങ്ങളുടെ നിരക്കില് കേരള സ്ഥാനം, പിന്നെയും കേരളം 3ാം സ്ഥാനം പിടിച്ചു. 1ാം സ്ഥാനവും 2ാം സ്ഥാനവും ആരൊക്കെ കൊണ്ടുപോയി? 1ാം സ്ഥാനം 2ാം സ്ഥാനം ആര് കൊണ്ടുപോയി പറയാമോ? 1ാം സ്ഥാനം തെലങ്കാനയും 2ാം സ്ഥാനം കർണാടകയും എന്ത് ചെയ്തു? കർണാടകയും കൊണ്ടുപോയി. 3ാം സ്ഥാനം കേരളവും എന്ത് ചെയ്തു? കൊണ്ടുപോയി എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവിൽ അടുത്തിടെ പങ്കുചേർന്ന രാജ്യം. ഇൻഡോ പസഫിക് ഓഷ്യൻ ഇനിഷ്യേറ്റീവിൽ പങ്കുചേർന്ന രാജ്യം ഏതാണത്? വിയറ്റ്നാം ആണ് കേട്ടോ. ഏതാണത് രാജ്യത്തിന്റെ പേര്? ആ രാജ്യത്തിന്റെ പേരാണ് വിയറ്റ്നാം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം പഠിച്ചപ്പോഴാണ്, ഈ പറയുന്ന ഇൻഡോ പസഫിക് ഓഷ്യൻ ഇനിഷ്യേറ്റീവിന്റെ കാര്യം പഠിച്ചപ്പോഴാണ് നമ്മൾ ലുക്ക് ഈസ്റ്റ് പോളിസി നോക്കിയത്. അറിയാലോ, കിഴക്കോട്ട് നോക്കുന്ന നയം. അതിനെ പിൽക്കാലത്ത് 2014 നരേന്ദ്രമോദി വന്നപ്പോൾ അതിനെ ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറഞ്ഞ പേര് മാറ്റുകാരൊക്കെ ഓർക്കുന്നുണ്ടോ? ഓക്കെ, അതായത് 92 വന്നിട്ടുണ്ടായിരുന്ന ലുക്ക് ഈസ്റ്റ് പോളിസി. എല്ലാവരും ഓർത്തിരിക്കണേ, ലുക്ക് ഈസ്റ്റ് പോളിസി പ്രധാനമായിട്ടും PV നരസിംഹറാവുവിന്റെ സമയത്താണ് ലുക്ക് ഈസ്റ്റ് പോളിസി വരുന്നത്. ഈ സോവിയറ്റ് യൂണിയൻ, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ അലയായിട്ടുണ്ടായ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോഴാണ് ലുക്ക് ഈസ്റ്റ് പോളിസി വരുന്നത് 1992-ല്. അതിനുശേഷം ഈ 2014 മോദി അധികാരത്തിൽ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? മോദി അധികാരത്തിൽ വരുമ്പോഴാണ് ഈ പറയുന്ന ലുക്ക് ഈസ്റ്റ് പോളിസിയുടെ പേര് മാറ്റിയിട്ട് എന്താക്കി മാറുന്നത്? ആക്ട് ഈസ്റ്റ് പോളിസി ആയിട്ട് മാറുന്നത് അല്ലെ. എന്താണത്?
ആക്ട് ഈസ്റ്റ് പോളിസി ആയിട്ട് എന്ത് ചെയ്യുന്നത് മാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഡിഗ്രി പ്രിലിംസിൽ. അടുത്തത് മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതായി കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ഹാൻഡ വൈറസിന്റെ വകഭേദം ഏതാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന. ആൻറ്റസ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു വകഭേദത്തിന്റെ പേരെന്ന് പറയുന്നത്. കൊറിയയിലാണ് അത് കണ്ടുപിടിച്ചതെന്നും അതേപോലെ തന്നെ ഈ പറയുന്ന ഒരു ഡച്ച് കപ്പൽ ഈ അടുത്തിടെ ഈ പറയുന്ന അതാണ് അർജന്റീനയിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു കപ്പൽ, അത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നത് അല്ലെ. അപ്പോൾ അവിടെ ഒരു പറയുന്ന കേപ്പ് വെർഡെ എന്ന് പറയുന്ന ദ്വീപിലാണ് നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വൈറസ് കണ്ടുപിടിക്കുകയും ഒരുപാട് പേര് മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് രണ്ടു പേര് മറ്റും മരിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സംഭവം കൂടിയാണ്. ഓക്കെ, അടുത്ത ആലോചിക്കുക, ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് ഉച്ചകോടിക്ക് ആദ്യത്തെ നയിക്കുന്ന നഗരം ഏതാന്നുള്ളതാണ്. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ നേതൃത്വത്തിൽ വന്നിട്ടുണ്ടായ സംഘടനയാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട മാർജാര കുടുംബത്തിൽപ്പെടുന്ന കുറച്ച് ജന്തുക്കൾ, അതായത് കടുവ വരും, പുലി വരും, അതേപോലെ തന്നെ പുള്ളിപ്പുലി വരും, ഹിമപ്പുലി വരും അല്ലെ. പുലി എല്ലാം ആദ്യം കെടുക്കുക, ഇങ്ങനെ പഠിക്കുക, ആദ്യം കടുവ അല്ലെ. അതായത് ഈ പറയുന്ന രീതി മാർജാര വംശത്തിൽ ആദ്യം കടുവ, പിന്നെ സിംഹം, പിന്നെ പുലികൾ ഏതെല്ലാമാണെന്നുള്ളതാണ്. ഒന്നെന്ന് പറഞ്ഞ പുള്ളിപ്പുലി, ഹിമപ്പുലി, ചീറ്റപ്പുലി അല്ലെ. പുള്ളിപ്പുലി, ഹിമപ്പുലി, ചീറ്റപ്പുലി, കടുവ, സിംഹം, 5 എണ്ണമായ ഈ 2 എണ്ണം അവിടെ പഠിക്കണം. ഒന്നെന്ന് പറയുന്നത് അത് 2 എണ്ണം ഇന്ത്യയിൽ ഇല്ലാത്തതാണ്. ഒന്ന് ജാഗ്വർ, മറ്റൊന്ന് പ്യൂമേ. ഓക്കെ, അപ്പോൾ ഇവരുടെ സംരക്ഷണത്തിനായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് വന്നത്. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നതും ഇവിടെ തന്നെയാണ്, ന്യൂഡൽഹി തന്നെയാണ്. ആദ്യത്തെ വഹിക്കുന്ന രാജ്യവും ന്യൂഡൽഹി തന്നെയാണ്. രാജ്യം ഇന്ത്യയാണ്. എവിടെ വെച്ച് നടക്കുന്നത് ചോദിച്ചാൽ ന്യൂഡൽഹി വെച്ച് നടക്കുന്നു. ICCയുടെ ഏറ്റവും പുതിയ T20 റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നിലനിർത്തിയ രാജ്യം ഏതാന്നുള്ളതാണ്. 1-ാം സ്ഥാനം നിലനിർത്തിയ രാജ്യം അത് ഇന്ത്യയാണ്. 2-ാം സ്ഥാനം നിലനിർത്തിയ രാജ്യം അത് രണ്ടാമതെന്ന് പറയുന്നത് ഇംഗ്ലണ്ടുമാണെന്നുള്ളതാണ് അല്ലെ. രണ്ടാമത് ആരാണ്? ഇംഗ്ലണ്ട് ആണ്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത എന്താണത്? ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും തമ്മിലുള്ള 4ാമത് സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര്. ഇന്ത്യയുടെ ഓസ്ട്രേലിയയുടെയും തമ്മിലുള്ള 4ാമത് സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടല്ലേ, നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ക്ലൂ ഇട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഓസ്ട്രേലിയ ഹിന്ദ് ഇന്ത്യ 2024 നടന്നത്. 6-ൽ 2 കുറച്ചത് എത്രയുണ്ട്? 4ാമത് സംയുക്ത സൈനിക അഭ്യാസമാണ് നടന്നത്. ക്ലാസ് ഇരുന്നവർക്കെല്ലാം പെട്ടെന്ന് ഉത്തരം കിട്ടി കാണും അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത് നോക്കാം. ഇന്ത്യയുടെ പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിട്ട് നിയമിതനാകുന്നത് ആരായിരുന്നു എന്നുള്ളതാണ്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ. എന്താണ് അനിൽ ചൗഹാൻ? അദ്ദേഹം ഇറങ്ങുകയാണ്. അനിൽ ചൗഹാൻ പകരമായിട്ട് മറ്റൊരാൾ വരുന്നു. രാജാവ് കടന്നു വരുന്നു. രാജാവ് കടന്നു വരുന്ന വാക്കിലാലും വഴിമാറുക. അതായത് എന്താണ്? ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണിയാണ് എന്ത് ചെയ്യുന്നത് ഇതിലേക്ക് കടന്നു വരുന്നത്. ലഫ്റ്റനന്റ് ജനറൽ രാജസുബ്രഹ്മണിയാണ് എന്ത് ചെയ്യുന്നത് ഇതിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ്. അതെന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലെ. ലഫ്റ്റനന്റ് ജനറൽ രാജസുബ്രഹ്മണി എന്നുള്ളതാണ് അല്ലേ. അതേപോലെ തന്നെ നേവിയുടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ. ചിലരെങ്കിലും അത് ഓർത്ത് നിൽക്കുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ പഠിച്ചൊരു കാര്യം കൂടി ഉണ്ട്. നേവിയുടെ, ഇന്ത്യൻ നേവിയുടെ എന്താണ് അഡ്മിറലായിട്ട് അല്ലെ, ഇവിടെ ചീഫ് ഓഫ് ഇന്ത്യൻ നേവി, അഡ്മിറൽ എന്നുള്ള ചീഫ് ഓഫ് ഇന്ത്യൻ നേവി ആയിട്ട് വരുന്നത് ആരാണെന്നുള്ളത്. ചീഫ് ഓഫ് ഇന്ത്യൻ നേവി ആയിട്ട് എന്ത് ചെയ്യുന്നത് നിയമിതനാകാൻ വേണ്ടി പോകുന്നത് അഡ്മിറൽ. ഓർത്തിരിക്കണേ, പേരിന്റെ ഫ്രണ്ടിൽ എന്ത് കാണണം? ഡെസിഗ്നേഷൻ കാണണം. അല്ലെങ്കിൽ പറഞ്ഞ അവർ ഒരു റാങ്ക്, ഡെസിഗ്നേഷൻ അപ്പുറത്തേക്ക് ഒരു റാങ്ക് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം വെക്കണം. പട്ടാളക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും റാങ്ക് കാണണം. മേജർ രവിക്ക് മേജർ രവി എന്നുള്ള പേരാണ് കൊടുക്കാറുള്ളത്. കേട്ടിട്ടുണ്ടോ? മേജർ രവിക്ക് എപ്പോഴും എന്താണ് മേജർ രവി എന്നുള്ള പേരാണ് കൊടുക്കാറുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ IPS ഒക്കെ പേര് പറയുമ്പോൾ പേരിന്റെ അവസാനം IPS എന്നുള്ള പേര് ഇറക്കും അല്ലേ. ഇപ്പം നമ്മൾ പലപ്പോഴും സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ഒക്കെ പേര് പറയുമ്പോൾ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയാറുണ്ട് അല്ലേ. അതേപോലെ തന്നെ വിക്രം ബത്രയുടെ പേര് പറയുമ്പോൾ, കാർഗിൽ ഹീറോ ആയിട്ടുണ്ടായ വിക്രം ബത്രയുടെ പേര് പറയുമ്പോൾ ക്യാപ്റ്റൻ വിക്രം ബത്ര എന്നാണ് പറയുന്നത് അല്ലേ. ക്യാപ്റ്റൻ വിക്രം ബത്ര എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയാറുള്ളത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഈ പറയുന്നതാണ് ഒരാൾ ഹവിൽദാർ ആണെങ്കിൽ ഹവിൽദാർ എന്ന് തന്നെ പറയണം. ലാൻസ് നായിക്കാണെങ്കിൽ ലാൻസ് നായിക്ക് എന്ന് തന്നെ പറയാം. നായിക്ക് എന്ന് പറയാം. സുബേദാർ എന്നുള്ള പേര് വെച്ചുകൊണ്ട് വരാൻ ശേഷമാണ് എന്ത് ചെയ്യുന്നത് പറയേണ്ടത് എന്നുള്ള പേര് പറയേണ്ടത്. അപ്പം അഡ്മിറൽ എന്താണ്? കൃഷ്ണ സ്വാമിനാഥനാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ നാവികസേനയുടെ ചീഫ് ഓഫ് ഇന്ത്യൻ നേവി ആയിട്ട് എന്ത് ചെയ്യുന്നത് നിയമിതനാകുന്നത് എന്നുള്ളതാണ്. ചീഫ് ഓഫ് ഇന്ത്യൻ നേവി ആയിട്ട് എന്ത് ചെയ്യുന്നത് നിയമിതനാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക? അത് നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. വളരെ കുറച്ച് ചോദ്യങ്ങളെ നമ്മൾ പഠിച്ചു പോയിട്ടുള്ളൂ കേട്ടോ. എല്ലാ ചോദ്യങ്ങളും നമ്മളിപ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സിൽ പഠിച്ചു പോകുന്ന എല്ലാ ചോദ്യങ്ങളും അതേപോലെ തന്നെ കൊണ്ടുവന്നിട്ടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിച്ചു മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതായത് നിങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം?
നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇത് ഉപയോഗിക്കണം. ഓക്കെ, റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെക്ഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം ഈ MCQ ടൈപ്പൊക്കെ ആകുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യം എന്ത് ചെയ്യാൻ പറ്റും, MCQ ടൈപ്പിന് അത് ഉത്തരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അത് പെട്ടെന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞ രീതിയിൽ പൊതുവെ ഈ പറയുന്ന ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് എന്താണ് ഒരു പരിപാടിയുണ്ട്, അതായത് നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പഠിച്ചു എന്നുള്ളൊരു തോന്നൽ നമ്മൾ മനസ്സിലേക്ക് എന്ത് ചെയ്യും, അത് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ MCQs ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരേപോലെയൊക്കെ വളരെ സിമിലർ ആയിട്ടുള്ള മറ്റ് പിള്ളേർക്ക് വരുന്ന സമയത്ത് സംശയം തോന്നും, അതായിരുന്നു ഇതായിരുന്നു അല്ലേ, A ആണോ B ആണോ, C ആണോ D ആണോ, A ആണോ D ആണോ അല്ലെ, എങ്കിൽ സംശയം പൊതുവെ എന്ത് ചെയ്യും ഉണ്ടാകും. അപ്പോൾ അത് മാറണമെങ്കിൽ എന്ത് ചെയ്ത് പഠിക്കണം, MCQs ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് MCQs വീക്കിലി കണ്ട ഫേസിൽ ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്ത് ഒന്ന് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളൊന്നില്ല ഈ പറയുന്ന രീതിയിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് ചോദ്യങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് കാണുന്നതും എപ്പോഴും നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നും വേണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഒന്ന് ഉത്തരം നൽകി പോകുന്നതും നിങ്ങൾക്ക് എന്ത് ചെയ്യും ഉപകാരപ്രദമാകും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ സെഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അത്യാവശ്യം സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരങ്ങൾ കണ്ട് ചോദ്യങ്ങൾ കണ്ട് മാറുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വേർഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഡെയിലി കണ്ട ഫേസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നു വാച്ച് ചെയ്യാം. സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്, എന്ത് അതൊന്ന് കണ്ടാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് പഠിച്ച് മാറാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ അല്ലേ, സെറ്റാണല്ലോ. ഓക്കെ, അതേപോലെ തന്നെ ഇനി വരാൻ വേണ്ടി പോകുന്ന പരീക്ഷകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് പരീക്ഷ എന്ന് പറയുന്നത് കമ്പനി ബോർഡ് LGS ബെക്കോ പരീക്ഷകളാണ്. അപ്പം നമ്മുടെ മുന്നിലുള്ളത് 10-60 ദിവസങ്ങൾ വളരെ താഴെയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ഇൻറ്റൻസീവായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ വേണ്ടി പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഇൻറ്റൻസീവായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 60 ദിവസത്തെ ഇൻറ്റൻസീവ് പ്രിലിംസ് ക്രാഷ് ബാച്ച് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി ഒരുപാട് സമയമില്ല നമ്മുടെ മുന്നിൽ. അപ്പോൾ എന്ത് ചെയ്യുക, എഫക്റ്റീവായിട്ട് അത് തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് തൊട്ട് താഴെ കാണാൻ നമ്പർ വിളിച്ച് എന്ത് ചെയ്യുക, ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ അല്ലേ, സെറ്റാണല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ എന്ത് ചെയ്യുക, കമൻ്റായിട്ട് ഇടാനും ശ്രമിക്കുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.